പ്രിയപ്പെട്ടവരെ, ഇറാൻ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട 3 സുപ്രധാനമായ നയങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അതുപോലെ 14 കാര്യങ്ങൾ അടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഇറാന്റെ റെഡ് ലൈൻ എന്ന് പറയാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ മുഖേന അമേരിക്കക്കും ഇറാൻ കൈമാറിയിട്ടുണ്ട്. എന്നാൽ 3 സുപ്രധാന കാര്യങ്ങൾ ഇറാന്റെ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ 3 കാര്യങ്ങളും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഹോർമുസ് കടലിടുക്ക് എങ്ങനെയായിരിക്കും നിയന്ത്രിക്കുക എന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇറാൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കറെ തൊട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വന്നിരിക്കുന്നത്. അതായത് ഈ സമയം മുതൽ ഇസ്രായേലിന് ആ ഒരു കടലിടുക്കിൽ യാതൊരു പ്രവേശനവും ഉണ്ടായിരിക്കുകയില്ല. അത് ഒരു നിശ്ചിത കാലത്തേക്ക് എന്നല്ല. ഇനി ഹോർമുസ് കടലിടുക്കിലേക്ക് ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു കപ്പലിനും പ്രവേശനം ഇല്ല. അങ്ങനെ ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യമാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് മശ്റൂഉൽ ഖാനൂൻ യംനഉ സുഫന ദുവൽ അൽ മുആദിയ മിൻ ഉബൂരിൽ മദീഖ് മാലം തദ്ഫഅ തഅവീദാത്തിൻ അനിൽ ഹർബ്. ഇറാനെതിരെ നീങ്ങിയ ഏത് രാഷ്ട്രങ്ങളുണ്ടോ, അതായത് ഈ യുദ്ധത്തിൽ ഇറാൻ എതിരായി പ്രവർത്തിച്ച ഈ പറയുന്ന രാഷ്ട്രങ്ങളിൽ യഥാർത്ഥത്തിൽ GCC അറബ് രാഷ്ട്രങ്ങളിൽ പലതും ഉൾപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അതുപോലുള്ള ഈ യുദ്ധത്തിലും അതിനു മുമ്പുമെല്ലാം ഇറാനോട് ശത്രുതാപരമായി നിന്ന ഏതെല്ലാം രാഷ്ട്രങ്ങളുണ്ടോ, ശത്രുക്കൾക്ക് സഹായം നൽകിയ രാഷ്ട്രങ്ങൾ, ആ കൂട്ടത്തിൽ അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികൾ എന്ന് പറയുമ്പോൾ യൂറോപ്പ് ഒരുപക്ഷെ എല്ലാ രാഷ്ട്രങ്ങളും ഉണ്ടാവണമെന്നില്ല. കാരണം ഈ യുദ്ധത്തിൽ അമേരിക്കയോട് ശക്തമായി വിയോജിച്ച യൂറോപ്യൻ രാഷ്ട്രങ്ങളുണ്ട്. ഏതായിരുന്നാലും അങ്ങനെയുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇറാന് യുദ്ധത്തിൽ വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ നികത്താതെ, അതിനുള്ള ഫണ്ട് നൽകാതെ അവരെ കടത്തിവിടാൻ അനുവദിക്കുകയില്ല എന്നും ഈ രണ്ടാമത്തെ കാര്യം പറയുന്നു. മൂന്നാമത് പറയുന്നത് മശ്റൂഉൽ ഖാനൂൻ യസ്മഹു ലിബാഖി സുഫുൻ ബിൽ ഉബൂർ ബഅദൽ ഹുസൂലി അലാ തസ്രീഹ് വ മുവാഫഖത്തി ഇറാൻ. മൂന്നാമത് പറയുന്നത് ബാക്കിയുള്ള എല്ലാ കപ്പലുകൾക്കും ഇറാന്റെ അനുമതിയോടുകൂടെ, ലൈസൻസോടുകൂടെ, പ്രത്യേകമായ പേപ്പർ ലഭിച്ചതിന് ശേഷം അത് IRGCയുടെ നാവിക സേനയുടെ പ്രത്യേകമായ ഒരു സമിതിയായിരിക്കും അതിനുണ്ടാവുക. അവരുടെ ഭാഗത്തു നിന്നും പ്രത്യേകമായ ലൈസൻസ് വാങ്ങിയതിന് ശേഷമായിരിക്കണം ബാക്കിയുള്ള എല്ലാ കപ്പലുകളും ഹോർമുസ് കടലിടുക്ക് വഴി നീക്കം നടത്തേണ്ടത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊന്നും യുദ്ധത്തിനു മുമ്പ് ഇല്ലാത്തതാണ്. ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു നിബന്ധന ഇറാൻ മുന്നോട്ട് വെച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ യുദ്ധത്തിൽ പൂർണ്ണ വിജയം അവർ നേടി എന്നാൽ. പുതിയ ആവശ്യമാണ് ശത്രുവിന് മുന്നിൽ അവർ വെക്കുന്നത്. ഇതാണല്ലോ അവർ വെക്കുന്ന ഉപാധി. ഇത് യുദ്ധത്തിന് മുമ്പ് ഇല്ലാത്തതാണ്. ഒരു വിജയിക്കുന്ന, യുദ്ധത്തിൽ മേൽക്കോയ്മ നേടിയ ഒരു രാഷ്ട്രത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യം മുന്നോട്ട് വെക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം പരാജയമാണെങ്കിൽ മാക്സിമം, അതായത് ഉദ്ദേശിച്ച രൂപത്തിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മാക്സിമം എന്ത് വിഷയത്തിനാണോ അവർ പ്രതിരോധിച്ചത് ആ കാര്യങ്ങളിൽ മാത്രം പിടിച്ചു നിൽക്കാനേ കഴിയുകയുള്ളൂ. എന്നാൽ ഇവിടെ ആണവ റിയാക്ടറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മിസൈലുമായി ബന്ധപ്പെട്ടോ ഉള്ള ചർച്ചകളെല്ലാം നേരെ മറിച്ച് യുദ്ധത്തിന് മുമ്പ് ഇല്ലാത്ത ഒരു അധികാരമാണ് അവരിപ്പോൾ ചോദിച്ചു വാങ്ങുന്നത്. അതോടൊപ്പം നമുക്ക് എന്തൊക്കെയാണ് മറ്റുള്ള, അതായത് പാകിസ്ഥാന് നൽകിയിട്ടുള്ള, അമേരിക്കയിലേക്ക് പാകിസ്ഥാൻ മുഖേന കൈമാറിയ അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇറാൻ അവരുടെ റെഡ് ലൈൻ എന്ന രീതിയിൽ വക്കാലത്ത് തസ്നീം, ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി പുറത്തുവിട്ട ചില കാര്യങ്ങൾ മാത്രം. ഒന്നാമത്തേത്, ഇറാനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇനി ഉണ്ടാവുകയില്ല എന്നതിന്റെ അന്താരാഷ്ട്ര ഉറപ്പാണ്. ഇനി ഒരിക്കലും ഇറാനെതിരെ അവരുടെ ലീഡേഴ്സിനെ വകവരുത്തുക, അവരുടെ ഏതെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആക്രമണം നടത്തുക, അതുപോലെ അവിടെ ഏതെങ്കിലും വിമത വിഭാഗങ്ങൾക്ക് സപ്പോർട്ട് നൽകുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. അതിന് ഗ്യാരണ്ടി, അന്താരാഷ്ട്ര ഗ്യാരണ്ടിയാണ് ആവശ്യപ്പെടുന്നത്. ഇൻസഹാബുൽ ഖുവാത്തിൽ അംരിക്കിയ മിൻ മുഹീത്ത് ഇറാൻ, ഇറാന്റെ പരിസരത്തിൽ നിന്നെല്ലാം അമേരിക്ക ഒഴിഞ്ഞു പോകണം എന്നതാണ്. അമേരിക്കൻ സൈനികർ പിൻവാങ്ങണം എന്നാണ്. എന്ന് പറഞ്ഞാൽ GCC രാഷ്ട്രങ്ങളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇറാന്റെ ചുറ്റുഭാഗം എന്ന് പറയുമ്പോൾ GCC രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ആ രാഷ്ട്രങ്ങളിലെല്ലാം ഉള്ള അമേരിക്കൻ സൈനികർ പിരിഞ്ഞു പോകണം. അതുപോലെ ഇത്ലാഖുൽ ഉസൂൽ അൽ മുജമ്മദ, ഇറാന്റെ കണ്ടുകെട്ടിയിട്ടുള്ള, ഒരുപാട് ഫ്രീസ് ചെയ്തിട്ടുള്ള അവരുടെ ബില്യൺ കണക്കിന് ഡോളർ സമ്പത്തുണ്ട്, അത് തിരിച്ചു നൽകണമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തഅവീൽ പ്ലസ് റഫ്ഉൽ ഉഖൂബാത്ത്, അവർക്കെതിരെ ഇപ്പോഴുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കിക്കളയണം. അതോടൊപ്പം നഷ്ടപരിഹാരം നൽകണം. സലാമും ഫി കുല്ലി മക്കാൻ ബിമാ ഫി ദാലിക ലബ്നാൻ, ലബനാൻ അടക്കമുള്ള പ്രവിശ്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്രയേൽ അതിക്രമം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം സമാധാനം പുനഃസ്ഥാപിക്കണം.
ഇത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സമാധാന അന്തരീക്ഷത്തോടു കൂടെയുള്ള ഒരു മിഡിൽ ഈസ്റ്റ് ആണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിനൊരു ഗ്യാരണ്ടി വേണം എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. കാരണം സിറിയയിലാണെങ്കിലും അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിലുള്ള ഒരേ ഒരു കാരണം അത് ഇസ്രയേലാണ്. ഇസ്രയേലിന്റെ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന പദ്ധതിക്ക് വേണ്ടിയുള്ള ചില നീക്കങ്ങളാണ് വളഞ്ഞും തെളിഞ്ഞുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ സിറിയയിൽ ഇത്ര കാലം പോരാട്ടമുണ്ടായത്. സിറിയയുടെ ബഷാറുൽ അസദിന്റെ പതനത്തോടു കൂടിയാണ് ഇറാനിലേക്ക് കടക്കുന്നത്. കാരണം സിറിയ എന്ന് പറയുന്നത് ഇസ്രയേലുമായി ബോർഡർ പങ്കിടുന്ന രാഷ്ട്രമാണ്. ബഷാറുൽ അസദിന്റെ ഭരണകാലത്ത് ഇറാന് പൂർണ്ണമായി അവിടെ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗപ്പെടുത്തി ഇസ്രയേലിന്റെ ബോർഡറുകളിൽ ഇറാൻ ചില സൈനിക ആക്ടിവിറ്റീസുകൾ നടത്തിക്കഴിഞ്ഞാൽ അത് ഇസ്രയേലിന്റെ അന്ത്യമായിരിക്കുമെന്ന് അറിയാം. മാത്രമല്ല ഇറാനെതിരെ ഏതൊരു സൈനിക നടപടി നടത്തണമെങ്കിലും ഈ സിറിയയിലുള്ള ബഷാർ ഭരണകൂടം ഇല്ലാതായിരിക്കണം. കാരണം ആ ബഷാറിന്റെ സംവിധാനം ഉപയോഗപ്പെടുത്തി അവിടെ നിന്നാണ് ഇറാൻ തിരിച്ചടിക്കുന്നത് എങ്കിൽ അത് ഇസ്രയേലിന് വലിയ രൂപത്തിലുള്ള പ്രഹരം ഉണ്ടാക്കും. കാരണം അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ്. മാത്രമല്ല ഒരു കരയുദ്ധം വരെ ഇസ്രയേലിലേക്ക് നടത്താൻ ഇറാന് സാധിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഇസ്രയേൽ ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സിറിയയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്, ലബനാനിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്, ഈജിപ്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്, ഇസ്രയേലിന്റെ അയൽ രാഷ്ട്രങ്ങളിലെല്ലാം അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ള പല രാഷ്ട്രങ്ങളിലുമുള്ള പ്രതിസന്ധിക്ക് കാരണം ഇതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അതുകൊണ്ട് തന്നെ ലബനാൻ അടക്കമുള്ള മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഈ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ നിസാം ഹോർമുസ് അൽ ജദീദ് അവർ മുന്നോട്ട് വെച്ച ഹോർമുസ് കടലിടുക്കിനുള്ള പുതിയ നിബന്ധനകൾ, അതിന്റെ പുതിയ സിസ്റ്റം അത് അംഗീകരിക്കണം. ആ സിസ്റ്റമാണ് നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ സിസ്റ്റം അമേരിക്ക അംഗീകരിക്കണം. ഇത് അമേരിക്കക്ക് കൈമാറിയിട്ടുള്ള അവരുടെ ഉപാധികളിൽ പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. 14 കാര്യങ്ങളാണ് ഈ ഉപാധികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.